2018 കേരളത്തിന്റെ ഇന്നത്തെ തലമുറ കണ്ട ഏറ്റവും വലിയ പ്രളയകാലം. മഴ മഴയേ പേമാരി പെയ്തേ, മല തന്റെ മക്കളെ കണ്ണീരിലാഴ്ത്തി. കരയെല്ലാം പുഴയായേ, പുഴയെല്ലാം കടലായേ, അഴലിനു നടുവിൽ പെട്ടവർ കേഴുമ്പോൾ. കാടേ കാടേ നീ ചേലും മറന്നോ, വീടേ കൂടെ നീ നിൻ പൈതലെ വെറുത്തോ. കാടേ കാടേ നീ നിൻ ചേലും മറന്നോ, വീടേ കൂടെ നീ നിൻ പൈതലെ വെറുത്തോ. പൂർണ്ണമായും തകർന്നുപോയ ഇടുക്കി. എട്ട് വർഷങ്ങൾക്ക് ശേഷം അതിന്റെ തിരുശേഷിപ്പുകൾ തേടിയാണ് ഈ യാത്ര. പതിനാറിലെ പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാരിന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. 18-ലെ പ്രളയം നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. നൂറുകണക്കായ ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു. കേരളം എല്ലാ തരത്തിലും തകർന്നടിഞ്ഞു എന്ന് ലോകജനത തന്നെ വിലയിരുത്തി. 18-ാം തീയതി ഏകദേശം ഒരു 3 മണിയോടുകൂടി ആദിവാസികളൊക്കെ ഉൾപ്പെടുന്ന താമസമുള്ള ഒരു സ്ഥലമാണ്. അതായത് 1 കിലോമീറ്റർ മുകളിൽ നിന്ന് 1.5 കിലോമീറ്റർ മുകളിൽ നിന്നാണ് ഈ ഉരുളുപൊട്ടി പോരുന്നത്. ഈ പോകുന്ന വഴിക്കെന്ന് പറഞ്ഞാൽ മലകണക്ക്, ഏതാണ്ട് ഭയങ്കരമായ മലകണക്ക് 2 പാറ, ആ പാറയെ ഇങ്ങോട്ട് ഉരുട്ടി മാറ്റി ഏകദേശം ഈ 1 കിലോമീറ്റർ ഉരുളി തള്ളി ഏകദേശം ഈ റോട്ടിൽ കൊണ്ടുവന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ടിൽ കൊണ്ടുവന്ന് ഈ റോട്ടിൽ കയറ്റി വെച്ചു. 2018 ഞങ്ങളെല്ലാവരും വീട്ടിലിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വെള്ളം വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു അറിയിപ്പ് കിട്ടി. അതനുസരിച്ച് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ ഒതുക്കാനുള്ളൊരു ശ്രമം നടത്തുകയും പെട്ടെന്ന് വെള്ളം വന്ന് വളരെ പെട്ടെന്ന് വെള്ളം കൂടുകയും വീട്ടിലെ സാധനങ്ങളൊന്നും എടുത്ത് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. എൻ്റെ സ്ഥലത്തോട്ടാണ് ഉരുൾപൊട്ടി എൻ്റെ ഭാഗത്തൂടെ ഒഴിച്ചു വന്നതാണ്. ഞങ്ങളെല്ലാം രാത്രിയിൽ അവിടെ ഇറങ്ങി ഓടാൻ ഒരുങ്ങിയതാണ്. ഞാൻ എൻ്റെ മക്കളെ പിടിച്ചു നിർത്തി ഓടാതെ നിന്നതിൻ്റെ പേരിൽ രക്ഷപ്പെട്ടു. അന്ന് തന്നെ ക്യാമ്പിലേക്ക് പോയി അവിടെ കിടന്ന് 8 ദിവസത്തോളം അവിടെ കിടന്നതാണ്. അവിടുന്ന് വീണ്ടും ഞങ്ങൾ വാടകയ്ക്ക് പോയി 3 മാസം അവിടെ താമസിച്ചു. വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നു. വെള്ളം കാണാൻ വന്ന് ഞങ്ങൾ ഈ മേളിലായിരുന്നു നിന്നിരുന്നത്. അപ്പം വെള്ളം കാണാൻ വന്ന് നിന്നേച്ച് ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്താണ് ഈ അബ്ബാസും കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ ഭയങ്കരമായിട്ടും വഴക്ക് പറയും. അപ്പോൾ പോകുന്ന വഴിയെല്ലാം മണ്ണിടിഞ്ഞോ, മൊത്തം റോഡും ബ്ലോക്കാണ്. അപ്പം ഞങ്ങളുടെ കാലൊക്കെ ഇത്രയൊക്കെ മണ്ണിനകത്തൂടെയൊക്കെ അങ്ങോട്ട് താന്നു പോയിട്ട് ഞങ്ങൾ അതിൽ കൂടെയൊക്കെ നടന്നു പോകുക. അവിടെ ചെന്ന് കുറേ അങ്ങ് ചെല്ലുമ്പോഴാണ് ആ ഭയങ്കര കാർച്ചയും ബഹളവും കേൾക്കുന്നത്. അപ്പോൾ അബ്ബാസ് പറയുന്നുണ്ട്, നിങ്ങളെവിടെ പോയതായിരുന്നു? അവിടെ 5-6 പേര് മണ്ണിനടി കിടക്കുക, നിങ്ങൾക്ക് ഒരു ഇതും ഇല്ലേന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഈ ഇതിലേക്കൂടെ ഇവിടെ ഒരു വഴിയുണ്ട്, അതിലേക്കൂടെ ഞങ്ങളെ കയറ്റി ഞങ്ങളെ ഇവിടുന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിടുവാണ്. ഒരു തുണി പോലും എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. வீட்டுக்கு வந்து என் பஞ்சாதி எனக்கு காப்பி கொண்டாக்கி தரும்போது என்னடா டக்குன்னு சத்தம் வைக்கும்போது வீட்டுக்கு முற்றத்துக்கு தண்ணி வந்துருச்சு. உடனே சாந்தி முன் பிரசிடண்ட் சாந்தி வந்து சொன்னாங்க, 3000 வண்டி மேலே நிற்கிது, ஆத்தோரத்தில் உள்ளவங்க எல்லாம் எவ்வளோ சீக்கிரம் துணி எடுக்கலனாலும் பரவாயில்ல, தண்ணி ரொம்ப பெருகிட்டா. நான் திரும்பி பார்க்க மாட்டேன், ஆட்டும் கூடு எல்லாமே போயிடுச்சு. வீட்டுக்குள்ளே ஒரு துணி கூட உழுக்கிறதுக்கு எதுக்குமே எந்த இதுவுமே இல்லை. உடனே நான் 3000 ബസ്സിൽ ഏറി മേലെ സ്കൂൾ UPS കൊണ്ടുപോയാச்சு. ആറ്റിലേക്ക് വെള്ളം വരുന്ന ഒച്ച, കാറ്റിൻ്റെ ഒച്ച, ഈ എന്തോ അതെല്ലാം കൂടെ ആകുമ്പോൾ വീട് അടച്ചിടും. ആർക്ക വീടല്ലേ അടച്ചിട്ട കാരണം ഇത്രയും ഒച്ച കാരണം നമ്മളൊന്നും അറിഞ്ഞില്ല. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് തിരിച്ചതുവഴി അപ്പുറം പോയപ്പോഴാണ് ഈ സംഭവം എല്ലാം ഇത്രയും സംഭവം ഉണ്ടായെന്ന്. പിന്നെ നമുക്ക് വിറയലാണ്, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇത്രയും പേര് മണ്ണിൻ്റെ അടിയിലുമായി ഇത്രയൊക്കെ സംഭവം നടന്നെന്ന് ആ റോട്ടിൽ നിന്നപ്പോഴാണ് അറിഞ്ഞത്. കൂടപ്പിറപ്പുകളുടെ നഷ്ടപ്പെട്ട ജീവനുകൾ,
മണ്ണെടുത്തുപോയ എണ്ണമറ്റ സ്വപ്നങ്ങൾ, ജീവിത സമ്പാദ്യങ്ങൾ, പൂർണ്ണമായും തകർന്നുപോയ റോഡുകൾ, കെട്ടിടങ്ങൾ, ഒറ്റപ്പെട്ടുപോയ ഗ്രാമപ്രദേശങ്ങൾ. ഇവിടെ ഒരു വീട്, ചെല്ലൻ്റെ ഒരു വീടെന്ന് പറഞ്ഞ വീട് മുടിഞ്ഞു പൊട്ടി ആ പെര സൈഡിൽ മൂടിപ്പോയിട്ടുണ്ട്. ഇന്നും അങ്ങനെ തന്നെ കിടക്കണം. ഒരു മരം വരുന്നതേ ഞങ്ങൾ കണ്ടുള്ളൂ. അതായത് അവിടെ നിന്ന് ആ മുറ്റത്ത് നിന്നിരുന്ന ഒരു മരമാണ്. ആ മരം ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഈ ലൈൻ കമ്പിയെ തട്ടിയിട്ട് അവിടെ അന്നേരം ഈ സ്ഥലത്തിൻ്റെ അവിടെ ഒരു മിക്സർ മെഷീൻ ഇരിക്കുക. ആ മെഷീൻ ചെന്ന് ഇടിച്ചിട്ടാണ് ആ വീട്ടിലുള്ള 4 പേര് മരണപ്പെട്ടത്. സർവ്വതും നഷ്ടപ്പെട്ട് ബാക്കി കിട്ടിയ ജീവനുമായി ഒന്ന് നിവർന്നു നിന്നപ്പോഴേക്കും അടുത്ത പ്രഹരമേറ്റിരുന്നു. സംസ്ഥാനം സമ്പൂർണ്ണ ലോക്ക്ഡൌണിൽ. ഇടുക്കിയിൽ 55 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ശിഷ്ടലോകത്തിനെ പോലെ ആയിരുന്നില്ല അന്ന് കണ്ണീര് വറ്റിയിട്ടില്ലായിരുന്ന കേരളത്തിന് കോവിഡ്. ഇക്കണ്ട പ്രതിസന്ധികളിൽ അത്രയും ഒരു വാക്കുണ്ടായിരുന്നു. മണ്ണിൻ കരുതലായി ഇന്നിൻ കാവലായി മനസ്സിൻ കരുത്തായി ഇടതുപക്ഷമേ. അത് വെറും വാക്കായിരുന്നില്ല, ഉറപ്പായിരുന്നു, ഊർജമായിരുന്നു, കരുതലായിരുന്നു, പ്രതീക്ഷയായിരുന്നു. ജോയ്സ് ജോർജ് ഇവിടെ MP-യാണ്. MP-യും അതുപോലെ മറ്റ് ജനപ്രതിനിധികളും പാർട്ടിയുടെ പ്രവർത്തകന്മാരും പ്രത്യേകിച്ച് DYFI മറ്റ് രംഗങ്ങളിൽ നിൽക്കുന്നവർ, ടാക്സി തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, ഇങ്ങനെയുള്ളവരെല്ലാം യോജിച്ചു നിന്നുകൊണ്ട് ചെറുതോണി ടൗണിൽ നിന്നും ശുദ്ധീകരണ പ്രവർത്തനം ആരംഭിക്കുകയാണ് ചെയ്തത്. അന്ന് CB വർഗീസ്, ഇപ്പോൾ ഇന്നത്തെ ജില്ലാ സെക്രട്ടറി CB വർഗീസ്, ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിറങ്ങി ഞങ്ങൾക്കതിന് നേതൃത്വം കൊടുത്തു. അതോടൊപ്പം ഗവൺമെൻറ്റും കൂടി അണിനിരന്നപ്പം ഏകദേശം 1 മാസം കൊണ്ട് ജില്ല പഴയതുപോലെ സാധാരണ ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ആളുകൾക്ക് കൈവരാൻ. 2019 കോവിഡ് എന്ന മഹാമാരിയെ ലോകജനത വിറങ്ങലിച്ച് നിന്നപ്പോൾ ആരും ഭയപ്പെടേണ്ട, നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, നിങ്ങൾക്ക് ഭക്ഷണ സാധനം വീട്ടിലെത്തിച്ചേരും. എല്ലാ പ്രവൃത്തിയും നിർത്തിവെച്ച് 5 മണിക്ക് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കുടുംബങ്ങളിൽ എല്ലാവരും ഒത്തിരുന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ആശ്വാസപ്പെടുത്തി. நம்மளோட சர்க்கார் இல்லைன்னா அன்னைக்கு நல்ல முறையில் நம்ம கேரளத்தில் நல்ல ஒரு சாப்பாடு கிடைச்சிருக்கும் அப்படிங்கிறத கண்டிப்பாக சொல்ல முடியாது. இத்தனை கேரள மக்கள் இன்றைக்கி இந்த அளவுக்கு உயிரோடு இருக்கிறாங்க, பசி பட்டினி இல்லாமல் இருந்ததுக்கு காரணம்னு சொன்னால் நம்மளோட LDF സർക്കാർ தான். അന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളെ സഹായിച്ചത് സർക്കാരിൻ്റെ ഒരു സജീവമായ ഇടപെടലിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരത്തെക്കുറിച്ചൊരു അന്വേഷണങ്ങളൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും ആ സമയത്ത് നമുക്ക് കുറേ പൈസകൾ നഷ്ടപ്പെട്ടെന്നുള്ള റിപ്പോർട്ട് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു 1.25 ലക്ഷം രൂപ എനിക്ക് അവിടെ നിന്ന് ലഭിച്ചു. നമ്മുടെ ഈ നാട്ടിലെ കടക്കാരുടെ ഉൾപ്പെടെ എല്ലാവരുടെയും ഉപജീവന മാർഗം എല്ലാം അടഞ്ഞു കിടന്ന സമയത്ത് അവർക്ക് ആവശ്യത്തിനുള്ള കിറ്റ് എത്തിക്കുകയും സാമൂഹിക അടുക്കള അതിലൂടെ എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കാൻ സാഹചര്യമില്ലാത്ത ആളുകൾക്കെല്ലാം ആഹാരം എത്തിക്കുകയും ആരും പട്ടിണിയില്ലാതെ കാത്തു സൂക്ഷിച്ച ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ്. இப்போ உங்களுக்கு நஷ்டப்பிரகாரம் கிடைக்கும், எத்தனை சதமானம் 60-50% மேலே இருந்தால் சொல்லிட்டு அவங்க சொன்னாங்க, நீங்கள் கலெக்டர் போய் பாருங்கள் அப்படின்னு. உடனே கலெக்டர்கிட்ட போய் பார்த்துட்டு அவங்க 50,000 ரூபா செக்ஷனுக்கு தந்தாங்க. அட்டைக்குட்டங்கள் பண்ணி ஒரு மாதிரி தீர்ந்துச்சு. அது கழிஞ்சு போன வருஷம் 2 ലക്ഷം രൂപ അനുവദിച്ച് തന്നാங்க. ഇപ്പോൾ தான் വീട് എല്ലാം പൂർത്തിയാക്കിയിருக்கு. ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടും എല്ലാം കൂടെ ഒരു ഭീകരതയായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ എന്നാ പറഞ്ഞാൽ ഈ സർക്കാരല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കിവിടെ അതിജീവിക്കാൻ പറ്റില്ല. ഉടുത്ത തുണിയോടുകൂടി ഇവിടുന്ന് പോകുന്നത്. ഉടുതുണിയായിട്ടും അരിയായിട്ടും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ച് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഇവിടുത്തെ സഖാക്കൾ എല്ലാവരും കൂടെ വന്ന് ഞങ്ങൾക്ക് രാപകലില്ലാതെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി അരിയും സാധനങ്ങളൊക്കെ കാൽനടയ്ക്കാണ് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നത്. ദേവികുളം പോലുള്ളൊരു പ്രദേശത്ത് ഭൂമി വിതരണം ചെയ്യുന്നതിന് നിരവധി തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം നീക്കിക്കൊണ്ട് അന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ 1 വർഷത്തിനകം ഭൂമി കണ്ടെത്തി വീട് വെച്ച് കൊടുക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ ഒന്നും പേടിക്കണ്ട, നിങ്ങളോടൊപ്പം ഉറച്ച ഒരു സർക്കാരുണ്ട്, അതാണ് LDF സർക്കാർ. ഈ ഗ്രാമപ്രദേശങ്ങളുടെ പിൻകാല മേഖലയിൽ മുഴുവൻ ജനങ്ങളെയും കക്ഷി രാഷ്ട്രീയം നോക്കാതെ സംരക്ഷിച്ച്
ഉയർത്തിയ ഒരു സർക്കാരാണിത്. ഒരു നാടിനെ, ഒരു ജനതയെ പ്രകൃതിക്ക് പോലും വിട്ടുകൊടുക്കാത്ത സർക്കാരിനോടുള്ള വിശ്വാസമായിരുന്നു 2021 തിരഞ്ഞെടുപ്പ് ഫലം. ശേഷം നാട് കണ്ടതോ സമാനതകളില്ലാത്ത വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ. ഈ കാലയളവിൽ ഈ 10 വർഷത്തിനുള്ളിൽ ഇതിനു മുമ്പ് ഇടുക്കി ജില്ലയിൽ ഒരിക്കൽ പോലും നടക്കാത്ത വികസന മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉന്നതികളുള്ള ഒരു പ്രദേശമാണ്. ഒരു കാരണവശാലും അവർക്ക് വെളിച്ചം കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ, വീട് കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ ഇന്ന് ആ പ്രദേശങ്ങളിലെല്ലാം റോഡും അതുപോലെ വീടും വെളിച്ചവും എല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഗവൺമെന്റിന്റെ കാലത്ത് വന്നതാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുവാൻ തക്കവിധം ഒട്ടനവധി കാര്യങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി എടുത്തു കാണിക്കാൻ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് ഇടുക്കിയിലേക്ക് വരുമ്പോൾ കാണുന്ന സുന്ദരകരമായ കാഴ്ച നല്ല അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളുടെ നേട്ടങ്ങളാണ്. BMBC നിലവാരമുള്ള റോഡുകൾ, അപ്പൊ തകർന്നടിഞ്ഞ റോഡുകളെല്ലാം നന്നായി, തകർന്നടിഞ്ഞ വീടുകൾ, പുതിയ വീടുകൾ നൽകപ്പെട്ടു, ഭാഗികമായി തകർന്നവരെ പുതിയ വീട് നിർമ്മാണത്തിന് വേണ്ടി സഹായിച്ചു, കൃഷിയിടങ്ങൾ തകർന്നവരെ സഹായിച്ചു, കൃഷി ദേഹണ്ഡങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് കഴിഞ്ഞു, വീണ്ടും പിടിച്ചു. ശരിയായ ദിശാബോധത്തോടെ ഒരു ഗവൺമെന്റ് ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചു. ജനങ്ങളും അതോടൊപ്പം കൂടെ നിന്നു. മണ്ണിൻ കരുതലായി, നിൻ കാവലായി, മനസ്സിൻ കരുത്തായി ഇടതുപക്ഷമേ. മണ്ണിൻ കരുതലായി, നിൻ കാവലായി, മനസ്സിൻ കരുത്തായി ഇടതുപക്ഷമേ. മാനവമോചന മന്ത്രവുമായി, ജീവന ശോഭന ഭാവിയുമായി, യാനം തുടരുവാൻ, മോഹം വെല്ലുവാൻ, ദേശം പുലരുവാൻ ഇടതുപക്ഷമേ. യാനം തുടരുവാൻ, മോഹം വെല്ലുവാൻ, ദേശം പുലരുവാൻ ഇടതുപക്ഷമേ. வேறு யாரும் எங்களை வந்து சகாய்க்கவோ இல்லை. அது அன்னைக்கும் சரி இன்னைக்கும் சரி. நான் இது ராஷ்டிரியமாக அவங்கள்ட்ட சொல்லலை, அவங்க ராஷ்டிரியத்தையும் பார்க்கல. ஆத்தோரை இப்பயும் வைப்பாங்க. வெள்ளப்பக்கம் வந்தால் உடனே கூப்பிட்டு கேட்பாங்க, வீரே நான் வரணுமா, அவங்களுக்கு கை முடியலை, அங்கே உள்ளவங்களுக்கு ஏதாவது மாற்ற வேண்டியிருக்கா, யாராவது எதுவும் செய்ய வேண்டியான்னு இந்த நிமிஷம் வர அவங்க நல்ல காரியம் தான் செஞ்சுக்கிட்டு இருக்காங்க. இனி அதுக்கு முன்னாடி நல்ல காரியம் தான் செய்வாங்க. ഇവിടെ വാഹന സൗകര്യമൊന്നും ഇല്ലാതായിരുന്നു. ഈ റോഡെല്ലാം തകർന്നു പോയായിരുന്നു. ഈ റോഡ് പ്രളയത്തിൻ്റെ ഫണ്ടിൽ എന്തോ ഉൾപ്പെടുത്തി ഈ റോഡിന് ഫണ്ട് അനുവദിച്ച റോഡ് വന്നത്. ഈ റോഡ് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കൊരു ഉണർവായത് ഈ നാട്ടുകാർക്ക്. നല്ല രീതിയിൽ ഞങ്ങളെ ഒരു സുരക്ഷിതമാക്കി. ഈ ഗവൺമെന്റ് അല്ലായിരുന്നെങ്കിൽ ഇത്ര ഒരു പരിഗണന ജനങ്ങൾക്ക് കിട്ടത്തില്ല. അതേ എനിക്ക് പറയാൻ, വേറെ ഒന്നും എനിക്ക് പറയാൻ. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലിക്കൊന്നും യാതൊരു പരിഗണനയും കിട്ടാതിരിക്കുമ്പോൾ ഇത്തരത്തിൽ വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് ഒരു പെൻഷൻ നൽകുമ്പോൾ അതിൻ്റെ എത്രമാത്രം അതിന് വിലയുണ്ടെന്നുള്ളത് ആ അനുഭവിക്കുന്ന വീട്ടമ്മമാർക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എങ്കിൽ മാത്രമേ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റിയ ഒരു ഗവൺമെൻറ്റാണിത്. ഇന്ന് സാധാരണക്കാരൻ്റെ വീട്ടിൽ അരിയുണ്ട്. அந்த கவர்மெண்ட் எக்ஸாமில் ஒரு தமிழுக்கும் முதலிடம் கொடுத்தது, ஒரு தாய்மொழியை கொண்ட கேரளத்தில் தமிழுக்கு முதலிடம் கொடுத்த சர்க்கார் நம்ம கேரள சர்க்கார். തായകമേ ചുവന്ന കേരളമേ തുടരുക, വീണ്ടും തുടരുക. തായകമേ ചുവന്ന കേരളമേ തുടരുക, വീണ്ടും തുടരുക. എന്നാൽ ഈ യാത്രയിൽ എവിടെയും കുറിക്കാൻ ആഗ്രഹിക്കാത്ത ചിലരെയും കണ്ടു. ഈ കണ്ടതത്രയും സ്വയംഭൂവാണെന്ന് സ്വയം പറഞ്ഞു പറ്റിക്കുന്ന ചിലർ. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനത്തിൽ 41 മുതൽ 48 വരെയുള്ള ഭാഗങ്ങളിൽ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന്, എന്തൊക്കെയാണ് പരിഹാരം കാണണമെന്ന് കണ്ട് അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി ഒരു കാവലാളായി ഇടുക്കി ജില്ലയിലെ ജനങ്ങളോടൊപ്പം മുഖ്യമന്ത്രി പിണറായി കൂടെ നിന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എല്ലാവരെയും ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിച്ചതിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ 2026 മാർച്ച് 12 എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ എല്ലാ ഭൂപ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് കേരളത്തിൽ ആകെ തന്നെ ഒരു നിയമം ഉണ്ടാക്കുകയും ഇടുക്കി ജില്ലയ്ക്ക് മാത്രമായ ഒരു ഭൂനിയമം എന്നുള്ള വ്യവസ്ഥാപിതം മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും.
பட்டயம் கொடுக்குறதுல வந்து இப்போ வந்து மனைவியோட ஒரு கணவர் பேரில் அந்த இது இருந்துச்சுன்னா தன்னுடைய மனைவி பெயருக்கு அந்த பட்டயத்தில் வந்து இடம் வேணும், அவங்க പേരും അതിൽ ഉரிமை இருக்குது அப்படின்னு சொல்லி கொண்டு വന്നത് നമ്മളുടെ കേരള സർക്കാർ. നമ്മുടെ മന്നാൻ നഗർ ഉന്നതിയിൽ ഏറ്റവും അധികം ഇവിടെ താമസിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. വയോജനങ്ങളായവർക്ക് പുറത്തുപോയി ഒരു ജോലിക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ആയതുകൊണ്ട് അവർക്ക് 1600 രൂപയായിരുന്ന പെൻഷൻ ഇപ്പോൾ 2000 രൂപയായി നമ്മുടെ ഗവൺമെൻറ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് അവർക്ക് ഏറ്റവും വലിയ ഒരു കൈത്താങ്ങാണ്. പെൻഷൻ ഉള്ളത് കൊണ്ട് ഏറ്റവും ഗുണമുണ്ട്. ഹാർട്ടിൻ്റെ അസുഖമുള്ള എനിക്കൊക്കെ ഇത് തന്നെയാണ് ഇത്രയും ഭേദമുണ്ട്. അതോടൊപ്പം സ്ത്രീ സുരക്ഷാ പെൻഷൻ അതും നമുക്ക് അനുവദിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കുള്ള 1000 രൂപ അതും നമുക്ക് കിട്ടുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ പെൻഷൻ മുടങ്ങിയായിരുന്നു, 18 മാസം മുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് ഇടതുപക്ഷ സർക്കാർ വന്ന് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായും അന്ന് മുതൽ പെൻഷൻ കിട്ടുന്നുണ്ട്, യാതൊരു തടസ്സവുമില്ല. ഇനി ഈ ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആഗ്രഹം. രണ്ടാം ടേണിൽ തുടർഭരണം കിട്ടിയില്ലെങ്കിൽ കേരളം UDFിൻ്റെ കൈ കൊടുത്ത് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഭാഗത്തിലെത്തിയേനെ. ഇപ്പോൾ നല്ല രീതിയിൽ മാതൃകയായ ഒരു വികസന പ്രവർത്തനങ്ങളും സർക്കാർ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആ സർക്കാരിൽ ഈ തുടർഭരണമായിട്ട് മൂന്നാം ടേണും வரணுமெന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആഗ്രഹമുണ്ട്. பொய்யான ஒரு இது பிரச்சாரங்களை செய்கிற காங்கிரஸுக்கு மத்தியில் நிறைய திட்டங்கள் இருக்குது. அதாவது நான் சொன்ன மாதிரி இல்லத்தரசிகளுக்கு வந்து 1000 ரூபா பென்ஷன் கண்டிப்பாக எந்த சர்க்காராலையும் முடியாது. ஒவ்வொரு வீட்டுக்கும் ஒரு 1000 ரூபாங்கிறது மாதம் எவ்வளவோ பெரிய ஒரு அமௌண்ட்டு தான். உங்களுக்கு பார்க்க சின்ன அமௌண்ட்டாக தெரியும், ஆனால் அந்த அமௌண்ட்டை கொண்டு வந்து சர்க்கார் நம்மளை வழிநடத்தி கொண்டு போகிறதுனா பெரிய ஒரு விஷயம். കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന സന്ദർഭത്തിൽ ആ കേരളീയ സമൂഹത്തിനൊപ്പം ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളെയും ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥികളുടെ വിജയം സുനിശ്ചിതമാക്കാൻ എല്ലാ ജനങ്ങളും തയ്യാറെടുക്കുന്ന സന്ദർഭത്തിലാണ്. കാരണം ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഒത്തുചേർന്ന് നിന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി. നാം ഉടുമ്പൻചോലയിൽ ഇന്ന് തുടങ്ങി വെച്ചിട്ടുള്ള ഉടുമ്പൻചോല മെഡിക്കൽ കോളേജ് അടക്കം പൂപ്പാറ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അടക്കമുള്ള ഒട്ടേറെ വികസന പദ്ധതികൾ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും സഖാവ് KK ജയചന്ദ്രൻ കേരള നിയമസഭയിൽ ഉണ്ടാകണം. ഇത്തരത്തിലൊരു ഗവൺമെൻറ്, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ഗവൺമെൻറ് ഇനിയും 3ാം വട്ടം ഉണ്ടാവണം. അത് നമ്മുടെ ആവശ്യകതയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ നമ്മുടെ KK ജയചന്ദ്രൻ സഖാവും ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെയൊക്കെയും ആവശ്യമാണ്. അന്നത്തെ സന്നദ്ധ സേനയുടെ ഭാഗമായിട്ട് DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്ന സഖാവ് അഡ്വക്കേറ്റ് A രാജയാണ് ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായിക്കൊള്ളട്ടെ മറ്റു കാര്യങ്ങൾക്കായിക്കൊള്ളട്ടെ അദ്ദേഹമാണ് നേതൃത്വം നൽകിയത്. അതിനാൽ ഒരിക്കൽ കൂടെ അദ്ദേഹം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നതിൽ ഈ മേഖലയിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ, പ്രത്യേകിച്ച് ഈ മേഖലയിലെ യുവജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അതിയായ സന്തോഷമുണ്ട്. நான் அவருக்கு தான் போடுவேன். அவர் வேணுங்கிற உதவி செஞ்சுருக்காரு, எல்லா இதுவும் கொடுத்துருக்கிறாரு. கூப்பிட்ட நேரத்துக்கு எங்கள் வீட்டு பிள்ளை மாதிரி வருவார். அதனால் എല്ലാവരും ദയവ് സെஞ்சு മക്കൾ എല്ലാവരും അവർക്കേ വോട്ട് പോടണം. എന്ത് പറഞ്ഞാലും ഈ നാട്ടിൽ ഞങ്ങൾക്ക് റോഷി അഗസ്റ്റിൻ തന്നെ ജയിച്ചു വരണം, ജയിക്കും. ഈ സർക്കാർ ഇതിനെ തുടർന്ന് ഭരിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഒരു സാധാരണക്കാരൻ ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഇവിടെ ഞങ്ങൾ കണ്ട് സംസാരിച്ച് പോകുന്ന ആൾക്കാരാണ്. ജയിക്കും, റോഷി ജയിക്കും എന്നുള്ള ഉറപ്പുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കേരളത്തിൻ്റെ സമഗ്രമായ വികസനവും ജനങ്ങളുടെ ക്ഷേമവും മതനിരപേക്ഷതയും ഉറപ്പുവരുത്താൻ കഴിയൂ. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആത്മാർത്ഥമായി സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ആ മൂന്നാമത് ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ഈ ദേവികുളം നിയോജക മണ്ഡലവും അതിലുണ്ടാകും എന്നുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത് ഗവൺമെൻറ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ തൊടുപുഴയിലെ ആളുകൾ കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. കാരണം സമസ്ത മേഖലകളിലും വലിയ പ്രതീക്ഷയോടുകൂടിയുള്ള അല്ലെങ്കിൽ ഒരു മാറ്റം ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകളെയാണ് എനിക്ക് കാണാൻ സാധിക്കുക. ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ ഇങ്ങോട്ട് സർവ്വസാധാരണക്കാരായിട്ടുള്ള വനിതകൾ, സംരംഭകർ, അങ്ങനെ നിരവധി ആളുകളെ കണ്ടപ്പോൾ എല്ലാവരും പുതിയ പ്രതീക്ഷകൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളമെമ്പാടും വലിയ വികസന പദ്ധതികളൊക്കെയും കൊണ്ടുവന്നപ്പോൾ നഷ്ടമായ കഴിഞ്ഞ 10 വർഷത്തെ തിരിച്ചു പിടിക്കുന്നതിനുള്ള വർദ്ധിത വീര്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നതായിട്ടാണ്, ആളുകൾ എന്നോട് സഹകരിക്കുന്നതായിട്ടാണ്, ഈ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്നതാണ് കാണാനായിട്ട് സാധിക്കുക. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മറ്റൊരു ഘട്ടത്തിലേക്ക് പീരുമേട്ടിൽ
LDFിൻ്റെ നേതൃത്വത്തിൽ കടന്നിരിക്കുകയാണ്. പീരുമേടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നാണ് വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത്. കേരളത്തിൽ വരാൻ പോകുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി അതിലൊരു ജനപ്രതിനിധിയായി എന്നെ ഉൾപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകണമെന്നും വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും കാലഘട്ടത്തിൽ ഗവൺമെൻറ് എടുത്ത ശക്തമായ അടിത്തറയിൽ പണിയുന്ന കെട്ടിടം ബലിഷ്ഠമായിരിക്കും. ആ അടിത്തറയിൽ പണിയുന്ന കെട്ടിടമാണ് മൂന്നാം പിണറായി സർക്കാർ. നമ്മുടെ ജില്ലയിൽ നിന്ന് 5 MLA-മാരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ MLA-മാർക്ക് നിർണായകമായ പങ്കുവഹിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഉറവ പറ്റിയ നദിപ്പാട് പോലെ തിരുശേഷിപ്പോൾ വഹിക്കുന്ന ഈ മലനിരകൾ, മൂടി വളർന്നു നിൽക്കുന്ന ചെറുചെടികൾ, പുൽനാമ്പുകൾ, അവയെ തഴുകി കടന്നുപോകുന്ന ഓരോ കുളിർക്കാറ്റും ഓർമ്മപ്പെടുത്തലുകളാണ്, കഥകളാണ്. മനസ്സിലെ മറവിയുറക്കിയ അതിജീവനത്തിൻ്റെ കഥ. പണ്ടൊരു മഴയിൽ തകർന്നടിഞ്ഞ എൻ്റെ നാട് ഉയർത്തെഴുന്നേറ്റ കഥ. ഇന്ന് 8 വർഷങ്ങൾക്കൊടുവിൽ ആ കഥകൾക്ക് മുകളിൽ ഇവിടെ വീണ്ടും ഒരു മഴ പെയ്യുകയാണ്. നാടിനെ ഒറ്റുകൊടുക്കുന്ന പാരമ്പര്യത്തിൻ്റെ, വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നുണയുടെ പെരുമഴ. ഇടുക്കി ജില്ലയിലെ റോഡുകൾ വളരെ മോശമാണെന്നും ടൂറിസം വരെ അതിനെ ഗൗരവതരമായി ബാധിക്കുന്നുണ്ടെന്നും മുച്ചൂടും അഴിമതിയിലാണ് ആരോഗ്യരംഗം ആകെ വഷളായ സ്ഥിതിയാണ്. എല്ലാ മേഖലയും തരിപ്പണമാക്കിയായിട്ടുള്ള ഭരണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. LDF ഭരണം വേണ്ട, സാധാരണക്കാർക്ക് ആകെ പട്ടിണിയാണ്. 10 വർഷം ഭരിച്ചില്ലേ, ഇത് മാറ്റി വളരെ മോശം. ആ മഴയിൽ നനഞ്ഞ് എൻ്റെ നാട് പോളിംഗ് ബൂത്തിലേക്ക് നടക്കുമ്പോൾ ഈ യാത്രയ്ക്കും കഥകൾക്കും നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും നാളെ അവരുടെ ചൂണ്ടുവിരലിൽ പടരാൻ പോകുന്ന മഷിക്കും പറയാനുള്ളതൊന്നു മാത്രം: നാടിനു കാവലായി നിന്നവരെ, പ്രിയപ്പെട്ട ഇടതുപക്ഷമേ, നന്ദി. വീണ്ടും വരിക.